കശ്മീരിലെ ബന്ദിപ്പോറയിൽ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ ലഷ്കർ കമാൻഡർ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടു. നിയന്ത്രണ രേഖയിൽ പലയിടത്തും സൈന്യവും തീവ്രവാദികളും ഏറ്റുമുട്ടി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതായി ഇന്ത്യ പാകിസ്ഥാനെ അറിയിച്ചു. അതിർത്തിയിലെ വെടിനിർത്തൽ കരാർ റദ്ദാക്കുന്നതും ഇന്ത്യയുടെ പരിഗണനയിലുണ്ട്. ബന്ദിപ്പോരയിൽ കുൽനാർ അജസ് മേഖലയിലാണ് സൈന്യവും തീവ്രവാദികളും നേർക്കുനേർ വെടിയുതിർത്തത്. വെടിവയ്പിൽ ലഷ്കർ ഭീകരൻ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടു. 2 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരുക്കേറ്റു. ജമ്മുകശ്മീർ പോലീസും സൈന്യവും തെരച്ചിൽ നടത്തുന്നതിനിടെ ഒളിച്ചിരുന്ന ഭീകരൻ സൈന്യത്തിനു നേരെ വെടിയുതിർക്കുകയായിരുന്നു. 3 മണിക്കൂറോളം ഏറ്റുമുട്ടൽ തുടർന്നു. കുപ്വാര ജില്ലയിലെ നൌഗാം സെക്ടറിൽ പാക് സൈന്യം നിയന്ത്രണരേഖ ലംഘിച്ചു വെടിയുതിർത്തു. ഇന്ത്യൻ സൈന്യം ശക്തമായി നേരിട്ടു. നയതന്ത്ര തിരിച്ചടികൾക്ക് പിന്നാലെ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ അതീവ ജാഗ്രതയിലാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നത് യുദ്ധമായി കണക്കാക്കുമെന്ന പാകിസ്ഥാന്റെ ഭീഷണിക്ക് പിന്നാലെ ഇന്ത്യ നടപടികൾ വേഗത്തിലാക്കി. സിന്ധു നദീജല കരാർ മരവിപ്പിച്ച് ഇന്ത്യ വിജ്ഞാപനമിറക്കി. പാകിസ്ഥാനെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചു. അട്ടാരി അതിർത്തി വഴി പാകിസ്ഥാനിലേക്ക് മടങ്ങുന്നവരുടെ എണ്ണവും കൂടി. വ്യോമമേഖല അടയ്ക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചത് സർവീസുകളെ ബാധിക്കും. വിമാനങ്ങൾ ദൈർഘ്യമേറിയ റൂട്ട് തിരഞ്ഞെടുക്കാൻ നിർബന്ധിതമാകും. വിമാന ഇന്ധന ചെലവുകൾ വർദ്ധിക്കുന്നത് നിരക്കുകളിലും പ്രതിഫലിക്കും. യുദ്ധസമാനം തന്നെയാണ് അന്തരീക്ഷം. അറബിക്കടലിൽ മുന്നൊരുക്കങ്ങൾ സുസജ്ജം. INS സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചുവെന്ന് നാവികസേന അറിയിച്ചു. കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തിയെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയുടെ മറുപടി. ന്യൂസ് ഡെസ്ക്, News 18.